പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ഇത് രാഷ്ട്രീയമായിട്ട് ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നുവല്ലോ, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഭംഗിയായിട്ടൊക്കെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് പ്രവർത്തകരെ, നേതൃനിരയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, താഴെത്തട്ടിൽ മുതൽ മുകളിലോട്ടൊക്കെ ആരെങ്കിലും കാണുന്നവരിതൊന്ന് ദയവ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിക്ക് വി ഡി സതീശന് അയച്ചു കൊടുക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാം ദൈവം അതിന് സഹായിച്ചു. അവിടെ നിന്ന് എല്ലാ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു. ഏറ്റവും നീതിയായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടായതിൽ നമുക്ക് സർവേശ്വരനെ സ്തുതിക്കാവുന്നത്. അപ്പോൾ ഇവിടെ കാരണം എന്താ, അപ്പോൾ ഇനിയും മുഖ്യമന്ത്രി അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല. എന്നാലും ഞങ്ങൾ ഈ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഭാരങ്ങളും പ്രയാസങ്ങളും ആശങ്കകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ നീണ്ടുപോയപ്പോൾ. ഇനിമേൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ഉണ്ടാകാതിരിക്കാൻ ഈ അണികളെല്ലാം, പാർട്ടി പ്രവർത്തകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഈ ഹൈക്കമാൻഡിനെ നോക്കിയിരുന്നു. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ അത് ഉന്നതമായിട്ടുള്ള ഒരു അവസാനത്തെ തീർപ്പായിട്ടുള്ള കമാൻഡ് ആണ്. പക്ഷേ ഇവിടെ കമാൻഡ് ഇങ്ങോട്ട് വന്നില്ല. ഇനി ഹൈ ആയപ്പോൾ ഇനി മുകളിലോട്ടാണ് ധരിച്ച് ഇനി മുകളിലോട്ടായിരിക്കും വിട്ടത്. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തത്. ഭൂമിയിലോട്ട് വേണ്ടുന്നവരെയൊക്കെ അറിയാതെ ആ മുകളിലോട്ടങ്ങ് പോയി കാണും. അങ്ങനെ ആയി കാണും ഹൈക്കമാൻഡ്. ഏതായാലും ഇനിമേൽ ഇത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ജനങ്ങളുടെ അക്ഷമ വന്നാലേ അടുത്ത തെരഞ്ഞെടുപ്പിന്, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും വിധത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അതിനെയൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. അത് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഉന്നത വ്യക്തികൾക്ക് അത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് മനസ്സിലാക്കിക്കണം. അതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വളരെ മോശമായിപ്പോയി. അപ്പോൾ ഇനിയും എന്തായാലും ഞാൻ പറയാൻ പോകുന്നത്, ഈ കടുത്ത താൻപോരിമ മത്സരമായിരുന്നു ഇവിടെ ഉള്ളത്. എല്ലാവർക്കും താൻപോരിമ വിശ്വാസം, അതുള്ള വിശ്വാസമായിരുന്നു. പക്ഷേ ഏറ്റവും യോഗ്യനായ ആൾക്ക് തന്നെ കിട്ടി. കെ.സി. വേണുഗോപാലിനെ ഞാൻ അദ്ദേഹം സമർത്ഥനാണ്, ആദരണീയനാണ്, ആദരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള രംഗത്തൊന്നും ശോഭിക്കാൻ കഴിയത്തില്ലെന്ന് പൂർണ്ണ ബോധ്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ അണികളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും അല്ലാതെ ബോധ്യമുള്ളത്. അദ്ദേഹമാണ് ഏറ്റവും മിടുക്കൻ, ഇതിനൊക്കെ യോഗ്യനെന്ന്. ഞങ്ങൾക്ക് വിചാരിക്കുന്നത് അങ്ങനെ വരാതിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അദ്ദേഹം അങ്ങനെ വന്നിരുന്ന 2 തിരഞ്ഞെടുപ്പ്, ഒരു MLA സ്ഥാനവും ഒരു MP സ്ഥാനവും BJPക്ക് പോയേനെ. അതങ്ങനെ വരുത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അദ്ദേഹം കാരണം കൈവച്ച പല സംസ്ഥാനങ്ങളിലും പല സ്ഥലത്തും തിരഞ്ഞെടുപ്പിനൊക്കെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി കേന്ദ്ര ഹൈക്കമാൻഡ്. എന്നിട്ട് AICC മെമ്പറാണെന്നൊക്കെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. എവിടെയെങ്കിലും അത് ഉള്ള കോൺഗ്രസ് തൂത്തുവാരി കളഞ്ഞ അവിടെ കോൺഗ്രസിൻ്റെ പൊടിയില്ലാതെ. ആ ഗോവയാണ് ഏറ്റവും കഷ്ടം. 80% ക്രൈസ്തവരുണ്ടായിരുന്ന സ്ഥലത്ത്, അവിടെ അതും കത്തോലിക്കർ കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഈ അദ്ദേഹത്തിന് ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന ആ സാമർഥ്യം, അദ്ദേഹം മികച്ച അഭിഭാഷകനൊക്കെ ആയിരിക്കും. ആ വൃത്തിയിൽ അദ്ദേഹം ആ തലത്തിൽ ശോഭിച്ചെന്ന് വരും. മറ്റുള്ളത് ശരിയായില്ല. ഞാൻ തുറന്ന് പറയുന്നത് വിരോധിക്കാനല്ല, ആർക്കും എന്നോട് ഈർഷ്യ തോന്നിയിട്ട് കാര്യമില്ല. സത്യമാണ്. ഇനിയെങ്കിലും അത് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടുന്നത്, താങ്കളെ ഈ സ്ഥാനത്തേക്ക്, അത്യുന്നതമായ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ ഇത്രയും വലിയ കടുത്ത മത്സരത്തിൽ അതിനെ സ്വാധീനിക്കുക, കടുത്ത പ്രേരക ശക്തി അതിന് ഉണ്ടായത് ഹൈക്കമാൻഡിന് ഉണ്ടാകാൻ പ്രേരകമായി പ്രവർത്തിച്ചത് സാക്ഷാൽ ദൈവികമായ ഇടപെടൽ തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് എല്ലാവരും. അന്ന് വലിയൊരു ഇടപെടലാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അതൊരു വലിയ കാര്യമാണ്. അത് അവിടുന്ന് ഒരിക്കലും മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും
അതിൽ ഒരു കാര്യം കൂടെ പറയുന്നത്, കേരള ജനസമൂഹത്തിന് ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ ഒരുപാട് തിക്താനുഭവങ്ങൾ, അമർഷവും വിഷമതകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ അനുഭവിച്ച് ഈ ഭരണം കൊണ്ട് ഒരുപാട് ഈ കഴിഞ്ഞ ഈ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ചില കാര്യങ്ങൾ അവിടുത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് സ്വീകരിക്കണം തീർച്ചയായിട്ടും. കാരണം ഒന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കേൾക്കാൻ നോക്കണം. ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം, പ്രവർത്തകർ. അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല, എനിക്കിപ്പം നേരിട്ട് അയക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം ഇവിടെ മത്സരിച്ച കൂട്ടരുണ്ട്, ശ്രീമാൻ ബഹുമാനീയനായ രമേശ് ചെന്നിത്തല അവരൊക്കെ സമർത്ഥരായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു 1-2 വർഷം കൊടുത്തിരുന്നെങ്കിലും ഒരു ടേം വെച്ച് കൊടുത്തിരുന്നല്ലേ. കാരണം അത് അർഹിക്കുന്നവരായിരുന്നു, അത്രയും സീനിയർ അല്ലേ, ഇനി ഒരിക്കലും കിട്ടത്തില്ല. ഏതായാലും ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. അതിന് 2 വർഷമായിട്ട് വെച്ച് മാറണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല അത്രയും ദോഷകരമായിട്ട് ഒന്നും ചെയ്യത്തില്ല. KC വേണുഗോപാലും ദോഷമായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തെയൊക്കെ താങ്ങിക്കൊണ്ട് നടക്കുന്നവരുമൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറി ഞങ്ങൾക്ക് അതുകൊണ്ട് പാർട്ടി പറയുന്നവരാണ് മന്ത്രിസ്ഥാനത്തേക്ക് എടുക്കുന്നതെന്നൊക്കെ വരും. ഇനി മന്ത്രിസ്ഥാനമാണല്ലോ, ഇനിയിപ്പോൾ അതൊക്കെ നിശ്ചയിക്കുമല്ലേ വകുപ്പുകളുമൊക്കെ. അപ്പോഴേ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദങ്ങൾ അങ്ങ് ഒഴിവാക്കണം. മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാവുന്ന, മുഖ്യമന്ത്രിക്ക് നിയമിക്കാവുന്ന ആളുകളെ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ, വകുപ്പുകളും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. മുഖ്യമന്ത്രിക്ക് ഇവിടെ കൂടിയാലോചിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ ഇത്, ഈ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ മന്ത്രിസഭ. അപ്പോൾ യഥാർത്ഥ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം. ഇതിനു മുൻപ് അങ്ങനെ ഒന്നും ഉള്ളതല്ലായിരുന്നു നമുക്കറിയാമല്ലോ. അത് തീർച്ചയായിട്ടും വേണം. അതുപോലെ സമുദായ നേതൃത്വ ഇത് മന്ദിരങ്ങളിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള നേതൃത്വ ആസ്ഥാനങ്ങളിലൊക്കെ പോയി ചെന്ന് ഏത് സമുദായം, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ, ഒക്കെ ആസ്ഥാനത്ത് പോയി ഒന്നുമല്ല ഇതൊക്കെ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബഹുമാനീയനും വളരെ ആദരണീയനുമായിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവറുകളും അങ്ങനെയൊക്കെ ഒരു ബലഹീനത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ പോയി ചെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് ഇത് തോന്നുന്നുണ്ടോ, എന്നാൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനൊന്നും ആരെയും താങ്ങാൻ പോകരുത്. നീതിയായിട്ട് ന്യായമായിട്ട് യുക്തമായിട്ട് ഇത് യുക്തമാണെന്ന് തോന്നുന്ന ദൈവിക ഇടപെടലിൽ നമ്മൾ ആ ഇടപെടലിന് വേണ്ടി അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിക്കണം. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്ന് ആഗ്രഹിക്കണം, ദൈവിക ഇടപെടൽ ഇതിനുണ്ടാകണമെന്ന്. അത് അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വല്ലവരുടെ ആസ്ഥാനത്ത് അവിടങ്ങളിലൊന്നും പോയി യാചിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. ശരിയാണെന്നോ നിങ്ങൾക്ക് വല്ലതും തോന്നുമോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സ്വന്തമായിട്ടുള്ള നാട്ടിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള തലച്ചോറ് സ്വന്തമായിട്ട് തന്നെ സൂക്ഷിക്കണം, മറ്റുള്ളവർക്ക് കൊടുത്താകരുത്. ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെ ഒരു കുഴപ്പങ്ങളുണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറയുമായിരുന്നു, നമുക്ക് ഒരു വല്ലായ്മയൊക്കെ തോന്നുമായിരുന്നു. അതൊക്കെ എല്ലാ ജനങ്ങൾക്കും എല്ലാവരും പറയും. അതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ. LDF ഭരണത്തിലെ പോലെ അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അങ്ങ് നിയമിക്കണം. കഴിഞ്ഞ മന്ത്രിസഭകളിൽ 2 മന്ത്രിസഭകളിൽ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി എന്ത് അനാവശ്യ പണികൾ, എന്ത് പണികളും ചെയ്തിരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും കഴിച്ചറിഞ്ഞിരുന്നാൽ മതി. നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഓർമ്മിക്കുമായിരിക്കുമല്ലോ അനുഭവിച്ചത്. അതുകൊണ്ട് എഴുതാനും വായിക്കാനും മലയാളം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ളത് സെക്രട്ടറിമാരും ഓഫീസ് വർക്കിലുമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോയിക്കൊള്ളും എന്നുള്ള രീതിയിൽ അവരിനിയും ഒന്ന് ജീവിതം ആസ്വദിച്ച് സുഖിക്കട്ടെ എന്നുള്ള രീതിയിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തവരുണ്ട്, കൊടുത്തവരുണ്ട്. ആ രീതിയിൽ അധപതിക്കരുത്. കോൺഗ്രസ്സിന് അങ്ങനെ വരികയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത മസ്റ്റായിരിക്കണം ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള. അല്ലെല്ലാം മറ്റ് ബ്യൂറോക്രസിയെ ആശ്രയിച്ച് ചെയ്യേണ്ടി വരുന്നവർ തോൽവിയായിരിക്കും. അതൊക്കെ അറിയാം, ഞാൻ പറഞ്ഞു അവിടത്തേക്ക് എല്ലാം അറിയാം. എന്നാലും ഒന്ന് ഞങ്ങളുടെ ഭയാശങ്കകളൊന്ന് പറയാൻ അനുഭവിച്ചില്ലേ
15 വർഷം ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇരുന്നിട്ടുള്ളപ്പോഴൊക്കെ പലപ്പോഴും, അത് മാത്രമല്ല ഇതിന് മുൻപും അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഓരോന്ന് നമ്മൾ അങ്ങനെയൊന്നും പറയാറുണ്ടാവില്ല. അപ്പോൾ വകുപ്പുകളിൽ വിശദമായിട്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വകുപ്പ് മേധാവികളുമായിട്ട് മന്ത്രിമാരും ആയിട്ടൊക്കെ ഒന്ന് വിദഗ്ധരുമായിട്ട്, ഈ രംഗത്ത് വിദഗ്ധരായിട്ട്, ഇനി വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കണമല്ലോ, വിദഗ്ധരൊക്കെ വെളിയിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്തുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും തെറ്റ് പറ്റുകയില്ല, ദൈവം നടത്തിക്കൊള്ളും. അപ്പം ദൈവമാണ് അവിടുത്തെ ദൈവിക ഇടപെടലാണ് ഇത്രയും ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണമായത്. കാരണം ഇത്രയൊക്കെ അടുത്ത മത്സരത്തിൽ ഇപ്പോഴും ഓരോ അമർഷങ്ങളൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ വിധത്തിലൊക്കെ പ്രസ്താവനകളൊക്കെ ഈ ചാനലുകളിലൊക്കെ കാണുന്നു. അപ്പോൾ ഇനി ഒരു കാര്യം, ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നെ എങ്ങനെയെന്ന് എനിക്കെല്ലാവരും ഏകോദര ഭാവേന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായ അംഗങ്ങളെല്ലാവരും, എല്ലാ ജനതകളും വിശ്വാസികളെല്ലാം ഒന്നിച്ച് കഴിയണമെന്നുള്ളതാണ് ഞാൻ ഏറ്റവും അഗ്രഹിന്ദു സുന്ദരമാണത്. പക്ഷേ ഒരു കാര്യം, ഈ KT ജലീൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നപ്പോഴേ ഒരുപാട് ക്രിസ്ത്യൻ സമൂഹം ഒരുപാട് അനുഭവിച്ചു. എന്ത് വഞ്ചനയാണ് ചെയ്തത്, അന്യായം, അനീതി, അക്രമം എന്നും കൂടെ പറയാം. കാരണം ന്യൂനപക്ഷക്ഷേമ വകുപ്പിൻ്റെ കാര്യങ്ങളെ ചില സംവരണങ്ങളും പണത്തിൻ്റെ കാര്യം ഇതെല്ലാം ചെയ്യുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം മാത്രമാണെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹം അങ്ങനെ അങ്ങ് പ്രചരിപ്പിച്ച് കളഞ്ഞു. ഈ ന്യൂനപക്ഷം അതൊക്കെ ഏറ്റവും വലിയ അനീതിയല്ലേ? ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ് ഇവിടെ. അപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളിലെ മജോറിറ്റി അവരാണ്. അപ്പോൾ അവർക്ക് ന്യൂനപക്ഷമെന്ന് കാര്യം പറയാൻ അവിടെ അർഹിക്കുന്നവർ ധാരാളമുണ്ട്. കാര്യം ശരിയാണ്, അത് അവർക്കങ്ങനെ അങ്ങനെ പറയാനുള്ള ന്യായമില്ല, അങ്ങനെ അവകാശപ്പെടാം. അങ്ങനെയുള്ള ക്രിസ്ത്യൻ സമൂഹമാണ് ന്യൂനപക്ഷമായിട്ട് നിൽക്കുന്നത്, അവർ വളരെ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഇരിക്കട്ടെ, ന്യൂനപക്ഷമായിട്ടൊക്കെ ഇരിക്കട്ടെ. പക്ഷേ ആ അവഗണന ജലീൽ വളരെ വഞ്ചന കാണിച്ചു. അതിനി അതുപോലെ നമുക്കുണ്ടായിരുന്നത് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മറ്റ് ഏതെങ്കിലും സമുദായക്കാർ ചെയ്യണം, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തന്നെ ചെയ്യണം, വേറെ മറ്റുള്ളവർ കൊടുക്കരുത്. അല്ലെങ്കിൽ ഇപ്പം വേറെ ഉള്ള കേരള കോൺഗ്രസിന് മറ്റുള്ള ചെയ്തത് അത് അനുഭവം ഉള്ളതുകൊണ്ട്, ഇത്രയും വർഷത്തെ അനുഭവം. ഞാൻ ആദ്യകാലം മുതൽ, എനിക്കിപ്പോൾ 74 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യകാലം മുതൽ എനിക്ക് ഏകദേശമൊക്കെ ചിന്തിക്കാൻ പ്രായമായിടം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നെ ഞാൻ ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും ഓരോരുത്തരുടെ എല്ലാം ഞാൻ ചിന്തിച്ചാണ് അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ലപോലെ അതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുള്ള അവസരങ്ങളിൽ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവർ അന്യായവും അനീതിയൊക്കെ ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്. കാരണം പാവപ്പെട്ട ജനങ്ങളെയല്ല ഞാൻ, വിശ്വാസികളെയല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇനിയും സമ്മർദ്ദങ്ങൾ അങ്ങോട്ട് കൂടി അവരെ ഒന്ന് സോപ്പിട്ട് അവരെയൊക്കെ നിർത്താൻ വേണ്ടി ഉപമുഖ്യമന്ത്രി പദവി അടയ്ക്ക് ഒരാൾ പറഞ്ഞു കേട്ടു, ആരാണ്ടൊക്കെ ഈ TV ഞാൻ കേട്ടത്. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. ഈ ചെറിയ സ്റ്റേറ്റിന്, ഒരു സംസ്ഥാനത്തിന് ഉപമുഖ്യമന്ത്രി പദം വേണ്ട, ഒരു മുഖ്യമന്ത്രി മതി, മറ്റേത് അനാവശ്യമാണ്. ജനങ്ങളുടെ അതൃപ്തി ഉണ്ടാക്കരുത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും വന്നാൽ തട്ടിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ആ ഒരു സ്ഥാനവും ആർക്കും വേണ്ട, ആർക്കും നട്ടലൊന്നും പണയം വയ്ക്കരുത്. അവിടുത്തേക്ക് ഇതിനെല്ലാമുള്ള കഴിവും തൻ്റെടവും എല്ലാം ഉണ്ട്. പിന്നെ ഏതൊരു തീരുമാനത്തിനും സാമൂഹ്യക്ഷേമ വകുപ്പുകളെല്ലാം ചെയ്യുമ്പോഴേ കാരുണ്യവും സ്നേഹവും അനുകമ്പയും നീതിയും മുറുകെ പിടിക്കണം. അത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, ദാനമാണ്. അതുകൊണ്ട് ഒരു ഈശ്വരചിന്ത അത് ഇദ്ദേഹത്തിന് കൂടുതലുള്ളതാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും അറിയാം. ഈശ്വരനെ കൈവിടരുത്, ആ ചിന്തയിൽ മുറുകെ പിടിച്ച് അങ്ങനെ ചെയ്താൽ ഈശ്വരൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ജഗതീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ അവിടത്തേക്ക് ധാരാളം ഉണ്ടാകും. ധാരാളം ജ്ഞാനവും വിവേകവും തരും. അത് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും തന്നെ വളരെ ശക്തമായിട്ട് സർവ്വജനതകളും സർവ്വവിശ്വാസികളും എല്ലാ മതത്തിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നല്ലൊരു കാലം കേരളത്തിന്, മലയാള സമൂഹത്തിന് അങ്ങയുടെ കീഴിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഇത് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണേ.